നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാജ്യ തലസ്ഥാനത്ത് പോലീസിനെ മുൾമുനയിൽ നിർത്തി രാഹുൽ ഗാന്ധി. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുൽ എത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഒരു സാധാരണ പ്രതിഷേധത്തിനപ്പുറം പോകില്ലെന്ന് കരുതിയ ഡൽഹി പോലീസിന് തെറ്റി. ഒരു മാസം മുൻപ് ഡൽഹി സമരത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പരുക്കേറ്റ വിദ്യാർത്ഥിക്കൊപ്പം നീതിക്കായി നടത്തിയ പ്രതിഷേധം. FIR ഇടുന്നതുവരെ കുത്തിയിരിക്കുമെന്ന് രാഹുലിന്റെ പ്രഖ്യാപനം. സുപ്രീം കോടതി ഉന്നതാധികാര സമിതിയുടെ അന്വേഷണം ചൂണ്ടിക്കാട്ടി അനുനയിപ്പിക്കാനുള്ള പോലീസിന്റെ ശ്രമവും തകർത്ത് 5 മണിക്കൂർ കുത്തിയിരുന്ന രാഹുൽ വിജയം കണ്ടു മടങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന് പുതിയ ഊർജ്ജമാവുകയാണോ? അരാജക രാഷ്ട്രീയം എന്ന് BJP ആരോപിക്കുമ്പോഴും ഡൽഹി പോലീസിനെ വരച്ച വരയിൽ നിർത്തിയ രാഹുലിന്റെ ശബ്ദം. നിങ്ങളല്ലെങ്കിൽ ഇവൻ സ്വയം വെടിവെച്ചാണോ ആ പെല്ലറ്റുകൾ ശരീരത്തിൽ തറച്ചത്? ചോദ്യം നേരിട്ട്. ഇത് പ്രതിപക്ഷത്തിന് കിട്ടിയത് പുതിയൊരു രാഷ്ട്രീയ ആയുധം. ഇത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ യുദ്ധമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഡൽഹിയിൽ നടത്തിയത്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ രാഹുൽ എത്തിയപ്പോൾ പോലീസ് അനുനയിപ്പിച്ചു വിടാമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായാണ് രാഹുൽ ഗാന്ധിയിൽ നിന്ന് തുടർന്നുണ്ടായ നടപടികൾ. രാഹുൽ ഗാന്ധി 5 മണിക്കൂറോളമാണ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പോലീസിനെ കൊണ്ട് FIR എടുപ്പിച്ചത്. പെല്ലറ്റ് ആക്രമണം നടന്നിട്ടുണ്ട്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണം വിദ്യാർത്ഥികൾക്ക് നേരെ നടന്നിട്ടുണ്ട് എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ നേരത്തെ തന്നെയുള്ള ആരോപണം ആയിരുന്നു. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസിന് FIR എടുക്കേണ്ടി വന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ നടത്തിയ കുത്തിയിരിപ്പ് പ്രതിഷേധത്തിന്റെ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. अभी कहा शुरुआत हुई है, ये न्याय का पहला कदम है। केस लॉन्च हुआ है, 1 महीना हो गया। छर्रे शरीर में है, 3 छर्रे आंख में है, आंख से इनको दिखाई नहीं देता है। 3-4 छर्रे दिल के पास है। साफ दिख रहा है कि एक युवा के साथ अन्याय हुआ है। और तब भी आज सुबह 11-11:30 बजे हम यहाँ आए। 1 महीने से ये घूम रहे हैं। 11:30 बजे आए, अभी 6:30 बज गए हैं, 6:45 हो गए, तब जाके FIR फाइल किए। अब आप इमेजिन कीजिए इस देश में कितने महिलाओं का बलात्कार होता है, रेप होता है, कितने बच्चों को मारा जाता है, कितने लोगों को गोली मारी जाती है, कितने लोगों के शरीर में छर्रे होते हैं। ये न्यू दिल्ली, बिल्कुल दिल्ली के बीच में पुलिस स्टेशन है, यहाँ पे न्याय नहीं मिल रहा है। अब इमेजिन कीजिए गांव के किसी पुलिस स्टेशन में या छोटे से शहर के किसी पुलिस स्टेशन में क्या होता है। हमने यहाँ पे कोई गलत काम नहीं किया है, हमने सिर्फ एक हिंदुस्तान के नागरिक के लिए, उसकी माँ के लिए, उसके पिता के लिए न्याय मांगा है। और उसके लिए 8 घंटे लग गए। और फाइनल, बड़ी इंटरेस्टिंग बात, फाइनल परमिशन फाइनल होके होम सेक्रेटरी और अमित शाह जी को देना पड़ा, तब इन्होंने जाके फाइनल FIR दिया है। तो आप समझ जाइए FIR रोक कौन रहा था। ये बेचारे जो पुलिस वाले हैं, ये चाहते थे FIR करना, वो वाले भी चाहते थे FIR करना, बट ऊपर से न्याय की ब्रेक लगी हुई है। थोड़ा गैप दीजिए, पीछे होइए प्लीज, पीछे जाइए सर प्लीज, अब पीछे होइए, नहीं तो बात नहीं कर रहा हूं। തലസ്ഥാനത്ത് നാടകീയ നീക്കങ്ങളാണ് ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയത്. അത് വിജയം കാണുകയും ചെയ്തു. ഡൽഹി പോലീസിനെ കൊണ്ട് FIR എടുപ്പിക്കുന്നതിൽ രാഹുൽ ഗാന്ധി വിജയം കാണുന്ന കാഴ്ചയാണ് ഇന്ന് ഡൽഹിയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഡൽഹി പോലീസ് സ്റ്റേഷനിൽ രാഹുൽ ഗാന്ധി 5 മണിക്കൂറിലേറെ സമയമാണ് കുത്തിയിരുന്ന് പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ FIR എടുപ്പിച്ചത്. ഒരു വിദ്യാർത്ഥിക്ക് ശരീരമാസകലം പെല്ലറ്റുകൾ തുളച്ചു കയറി ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആ വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ ഗാന്ധി ഈ പ്രതിഷേധം നടത്തിയത്. ശ്രീ N. ശ്രീകുമാർ, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ അഖിൽ AS എന്നിവരാണ് ചേരുന്നത്. ശ്രീ മോഹൻ വർഗീസ്,
എന്തായാലും ഈ പ്രതിഷേധത്തിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു. ഇത് പ്രതിപക്ഷത്തിന് ഊർജം പകരുന്നതാണോ? ഇതൊരു നേട്ടമാണോ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ശോഭിച്ചു തുടങ്ങി എന്ന് തന്നെ കരുതാം. കാരണം ഒരു കാര്യം ഏറ്റെടുക്കുകയും അവസാനം വരെ പിടിച്ചു നിൽക്കുകയും അതൊരു പരിണാമഗുപ്തിയിലെത്തി നിർത്തുകയും ചെയ്യുക എന്നതാണ് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ചുമതല. അത് സഭയ്ക്കുള്ളിൽ അദ്ദേഹം നിർണായകമായ സമയങ്ങളിൽ പലപ്പോഴും ഹാജരാവുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ജാഗ്രത കാട്ടുന്നില്ല. പലപ്പോഴും സഭയ്ക്ക് പുറത്ത് ആവശ്യമുള്ള സമയത്ത് നീറ്റ് വിവാദമൊക്കെ കത്തി നിന്നപ്പോൾ അദ്ദേഹം രാജ്യം തന്നെ വിട്ടുപോയി എന്ന നിലയിലൊക്കെ ആരോപണമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ആളിക്കത്തുന്ന ഒരു സമീപനം, അതായത് മിന്നിയും മറഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ ഒരു റോളർ കോസ്റ്റർ റൈഡാണ് രാഹുൽ ഗാന്ധിയുടേത്. പക്ഷെ അദ്ദേഹം ഏറ്റെടുക്കുന്ന ചില പോരാട്ടങ്ങൾ, ഈ വോട്ട് ചോരി പോരാട്ടം ഏറ്റെടുത്തു, വലിയ ശ്രദ്ധ ആകർഷിച്ചു. പക്ഷെ ഒരിടത്ത് പിടിച്ച് കെട്ടാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്രാവശ്യം 2 പോലീസ് സ്റ്റേഷനാണ് അദ്ദേഹം കയറി ഇറങ്ങിയത്. ആദ്യ പോലീസ് സ്റ്റേഷനിൽ FIR ഇടാൻ വിസമ്മതിച്ചു. പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിൽ രാഹുൽ ഗാന്ധി എത്തുന്നു, FIR ഇടാൻ അവിടെ കുത്തിയിരിക്കുന്നു, നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിക്കുന്നു, അതിശക്തമായ ഇടപെടലുകൾ നടത്തുന്നു. അവിടെ അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഡൽഹി പോലീസിനാവുന്നില്ല. കോടതി ഇടപെടൽ ഉണ്ടാവും, അല്ല എങ്കിൽ എന്ന ഒരു ചിന്ത വരികയും അതനുസരിച്ച് പോലീസിന്, അമിത്ഷാ നയിക്കുന്ന ഡൽഹി പോലീസിനെ വഴങ്ങേണ്ടി വന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ കിരീടത്തിലൊരു തൂവൽ എന്ന നിലയിൽ അവിടെ വ്യാഖ്യാനം. മോഹൻ വർഗീസ്, അത് അമിത്ഷായ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു എന്ന് വരുത്തി തീർക്കുവാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുകയും ചെയ്തുവല്ലോ. കാരണം അദ്ദേഹത്തിന്റെ ബൈറ്റിൽ പറയുകയും ചെയ്തിരുന്നു, ഈ സമരം വിജയം കണ്ടതിന് ശേഷം ഹോം സെക്രട്ടറിയെയും അമിത്ഷായെയും ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ FIR എടുക്കാൻ ഡൽഹി പോലീസ് തയ്യാറായത് എന്ന്. അത് ഡൽഹി പോലീസിന്റെ കുറ്റമല്ല ഈ FIR എടുക്കാത്തത്, പക്ഷേ ആരാണ് അത് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന കാര്യം അറിയാമല്ലോ എന്ന ചോദ്യം ഉന്നയിക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. ഇവിടെ ശ്രീ മഞ്ജുഷ്, അമിത്ഷാ ഒരു ടാർഗറ്റ് ആവുകയാണ്. കാരണം സാധാരണ നരേന്ദ്രമോദിയാണ് ടാർഗറ്റ് ആവുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം നീണ്ടു നിന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിക്ക് ശേഷം നിരന്തരമായി ശ്രീ അമിത്ഷായുടെ രക്തത്തിന് വേണ്ടിയുള്ള മുറവിളിയാണ് ഇവിടെ ഉണ്ടായത്. പാർലമെന്റിനകത്തെ സുരക്ഷ വലിയ രീതിയിലാണ് ആ സുരക്ഷാ ഏജൻസികളുടെ അല്ലെങ്കിൽ പോലീസിന്റെ വിളയാട്ടം ഉണ്ടായത്. അത് തെളിയിക്കാവുന്ന രീതിയിൽ പെല്ലറ്റ് ഗൺ ഉപയോഗം എന്ന് പറയുന്നത് വസ്തുതാപരമാണ്. അതിനകത്തൊരു മറച്ചുകെട്ടില്ല. ഇപ്പൊ വോട്ട് ചോരി എന്ന് പറയുന്നതിന് ഒരുപാട് ഈഫ്സ് ആൻഡ് ബട്ട്സ് ഉണ്ട്. പക്ഷെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുവോ ഇല്ലയോ, ഇത് അമിത്ഷാ പറയേണ്ട കാര്യമാണ്. ഉപയോഗിച്ചു എങ്കിലും ഉപയോഗിച്ചില്ല എങ്കിലും രണ്ടും ഒരുപോലെ തന്നെ വിഷയമാണ്. ഉപയോഗിച്ചില്ല എങ്കിൽ അത് തെറ്റാണ്. ഉപയോഗിച്ചു എങ്കിൽ ആരുപയോഗിച്ചു, ആരുത്തരവ് കൊടുത്തു. അപ്പൊ അമിത്ഷാ അവിടെ വെട്ടിലായി. അത് അടുത്ത ലെവലിലേക്ക്, തെരുവിലേക്ക്, പാർലമെന്റ് ഉന്നയിക്കാൻ പറ്റിയില്ല. അമിത്ഷായിൽ നിന്ന് മറുപടി കിട്ടിയില്ല. അവസാന ദിവസം വലിയ നാടകമൊക്കെ കളിച്ച് അവിടെ BJP തലയൂരി പോന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് അത് വേണ്ട രീതിയിൽ അത് പ്രസ് ചെയ്തില്ല എന്ന ആരോപണം കോൺഗ്രസിന് നേരെയുണ്ട്. പക്ഷെ ഈ പോരാട്ടം തെരുവിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ പെല്ലറ്റ് ഗൺ എന്ന് പറയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ കുട്ടികൾക്കെതിരെ, ജെൻസി പ്രക്ഷോഭകാരികൾക്കെതിരെ, അത് കോക്രോച്ച് ആയിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അവിടെ ഉപയോഗിക്കുന്നു എങ്കിൽ അത് അടുത്ത ലെവലിലേക്ക് ആ പ്രതിഷേധം കൊണ്ടുപോകാം. ഇത് വീണ് കിട്ടിയ ഒരു അവസരമാണ്. ആ തിരുനാളം ആളിക്കത്തിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമം അതിന് തെരുവിൽ വലിയ പ്രക്ഷോഭങ്ങളായിട്ട് മാറും. അത് മാത്രമല്ല, കേന്ദ്രമന്ത്രിസഭ എക്സ്പാൻഷന് വേണ്ടി തയ്യാറെടുക്കുന്നു. പുതിയ കക്ഷികൾ ഒരുപക്ഷെ DMK കേന്ദ്രമന്ത്രിസഭയിൽ ചേർന്നേക്കാം എന്ന രീതിയിലുള്ള നിഗമനങ്ങളുണ്ട്. അത് മാത്രമല്ല, ഈ പാർലമെന്ററി മെജോറിറ്റി 3/2 ഭൂരിപക്ഷം എങ്ങനെയും അടുത്ത ശീതകാല സമ്മേളനത്തോടനുബന്ധിച്ച് നേടിയെടുക്കാം എന്ന ആത്മവിശ്വാസത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പോകുമ്പോൾ ഗ്രൗണ്ട് ലെവലിൽ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ് എന്ന തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ കക്ഷികളൊക്കെ ലേശം മാറി ചിന്തിക്കില്ലേ എന്ന ഒരു രാഷ്ട്രീയ യുക്തി രാഹുൽ ഗാന്ധിക്ക് ഉള്ളതുപോലെ. ശരി, ശ്രീ അഖിൽ, ഇത് അരാജക രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് BJPക്ക് പരിഹസിക്കാം. ആ രീതിയിലുള്ള പരിഹാസവും രാഹുൽ ഗാന്ധിക്കെതിരെ വരുന്നുണ്ട്. പക്ഷേ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഡൽഹി നഗര ഹൃദയമാണ്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് വിജയം കണ്ടത് ഇന്നത്തെ ഈ പ്രതിഷേധത്തിൽ. അല്ല, വിജയം കണ്ടു എന്ന് മഞ്ജുഷ പറയുന്നത് ആ FIR ഇട്ടു എന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഒരു സമരമുണ്ടായി, ആ സമരത്തിൽ ചില അക്രമസംഭവങ്ങളുണ്ടായി, ആ അക്രമസംഭവങ്ങളുടെ ഭാഗമായി കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ കേസെടുക്കുമ്പോൾ സമരത്തിന് നേതൃത്വം നൽകിയവർ പറയുന്നത് ഞങ്ങളെ ഇങ്ങനെയൊക്കെയാണ് പോലീസ് ആക്രമിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ ഈ തരത്തിലുള്ള കേസെടുക്കണം എന്നതാണ് വാദമായി ഉന്നയിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത്, സമരത്തിലേക്ക് പോകുന്ന സമയത്ത് അത് നിയന്ത്രിക്കുവാൻ, അതിനെ തടഞ്ഞു
തടഞ്ഞു നിർത്താൻ വേണ്ടി പലതരത്തിലുമുള്ള പ്രതിരോധ മാർഗങ്ങൾ അതാത് സ്ഥലത്തുള്ള ഹോം നോക്കുന്ന അല്ലെങ്കിൽ ക്രമസമാധാനം നോക്കുന്ന ആൾക്കാരൊക്കെ സ്വീകരിക്കാറുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കോൺഗ്രസ് നടത്തിയ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വച്ച ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടോ അല്ല. കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഈ ബഹുമാന്യനായിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ഈ നടത്തുന്ന നാടകങ്ങൾ, കാരണം മഞ്ജുഷു പറഞ്ഞതുപോലെയാണെങ്കിൽ ഒരു നാടകീയ നീക്കങ്ങൾ നടത്തുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പക്ഷേ ഇവിടെ അല്ല, കോൺഗ്രസിന്റെ സമരത്തിൽ പങ്കെടുത്ത് പരിക്കേറ്റവർക്ക് വേണ്ടി മാത്രമായിരിക്കണം രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനിൽ ചെല്ലേണ്ടത് എന്ന് നിർബന്ധം പിടിക്കാനാവില്ല കേട്ടോ. അത് യുവാക്കളുടെ സമരമായിരുന്നു. അവിടെ പെലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടില്ല എന്നായിരുന്നു ഇതുവരെയുള്ള വാദം. പക്ഷെ അങ്ങനെയല്ല, പെലറ്റ് ഗൺ ഉപയോഗിച്ചത് വഴി അവിടെ കാഴ്ചശക്തി പോലും നഷ്ടപ്പെട്ട ഒരാളെ നേരിട്ട് ഹാജരാക്കിയാണ് രാഹുൽ ഗാന്ധി പ്രതിഷേധം സംഘടിപ്പിച്ചത്. അത് സമരത്തിൻ്റെ തീഷ്ണതയുടെ ഭാവങ്ങളിൽ എല്ലാ കാലത്തും ആൾക്കാർക്ക് പലതരത്തിലുള്ള പരിക്ക് പറ്റുന്നുണ്ട്. ഞങ്ങളുടെ സമരങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പോലീസുകാർ നടത്തിയ അക്രമങ്ങളുടെ ഭാഗമായിട്ട് പരിക്കേറ്റവരുടെ കണ്ടു. ഞാനിപ്പോഴും ഈ കയ്യിൽ കമ്പിയുമായി നടക്കുകയാണ്. കേരളത്തിൻ്റെ പോലീസ് അടിച്ചതിൻ്റെ ഭാഗമായി ഞാനിപ്പോഴും പരിക്കുപറ്റിയ കൈയുമായി നടക്കുന്ന ആളാണ്. ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറി നിൽക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞങ്ങളിപ്പോഴും ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്, സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തി നീതിയുക്തമായ നടപടിക്രമങ്ങൾ ഉണ്ടാകണമെന്ന് ഏറ്റവും വലിയ ഏജൻസി അല്ലെങ്കിൽ ഏറ്റവും വലിയ നീതിപീഠത്തിൽ നിന്ന് തന്നെ ഒരു സമിതിയെ നിയോഗിച്ച് ആ സമിതിയുടെ അന്വേഷണം നടക്കുമ്പോൾ ഡൽഹിയുടെ ഹൈക്കോടതിയുടെ അന്വേഷണത്തിന് നടക്കുമ്പോൾ ഈ ഡൽഹി ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മുകളിലാണ് ഡൽഹി പോലീസ് എന്ന് കരുതുന്ന രാഹുൽ ഗാന്ധിയെ നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ കാണുന്നതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഡൽഹിയിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണത്തിന് വേണ്ടി, ഒരു മേൽനോട്ടത്തിന് വേണ്ടി ഉന്നത സമിതിയെ നിയോഗിച്ചിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മുകളിലാണ് ഡൽഹി പോലീസ് എന്ന് പറയുന്ന ഈ മഹാനോട് ഞങ്ങൾ എന്താണ് പറയേണ്ടത്? ഞങ്ങൾ അധികമൊന്നും ഈ മനുഷ്യനെ പറയാത്തത്, ഞങ്ങളുടെ എല്ലാ കാലത്തും ചില സമയത്തൊക്കെ ഞങ്ങൾ തമാശയ്ക്കെങ്കിലും പറയാറുണ്ട്, രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പാർട്ടിയുടെ ഐശ്വര്യമാണെന്ന് ഞങ്ങൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ഞങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നത് ഇദ്ദേഹം എങ്ങനെയാണ്, ഞാൻ പറയുന്നത് സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ആൾക്കാരെ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് അക്രമമേറ്റു എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നതുമ്പോൾ അവർ പറയുന്ന ആ കാര്യങ്ങളെ ഒന്ന് പഠിക്കേണ്ട രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് റാങ്കുള്ള ഒരാളല്ലേ, അദ്ദേഹത്തിന് കുറച്ചുകൂടി അക്കൗണ്ടബിലിറ്റി ഇല്ല. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഇത് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയിൽ ഇതെല്ലാം ഉൾപ്പെടും. ഈ നിങ്ങളെ ആക്രമിച്ചിട്ടുള്ള ഏതെങ്കിലും പോലീസുകാരനുണ്ട് എങ്കിൽ ആ പോലീസുകാരനെ മാതൃകാപരമായി ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അങ്ങനെ ആ വിദ്യാർത്ഥികൾ ആക്രമിക്കാനൊന്നും ഈ രാജ്യത്തെ ഭരണകൂടം ഒരു കാലത്തും ആഗ്രഹിക്കുന്നില്ല. കാരണം രാജ്യത്തെ ഭരണകൂടത്തിന്റെ ഈ സമിതിയുടെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് വെച്ച് അല്ല കേസെടുക്കുന്നതിന് തടസ്സമില്ല കേട്ടോ. സമിതിയുടെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് വെച്ച് കേസെടുക്കുന്നതിൽ തടസ്സമില്ല. ഇത് വ്യക്തിപരമായിട്ട് പരാതി നൽകിയതാണ്. ആ പരാതി ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുന്നതല്ലാതെ പരാതി പരിഗണിക്കുന്നില്ല. അപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നേരെ വരികയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. ഇതിപ്പോൾ FIR എടുക്കാൻ അതിനകത്ത് മെറിറ്റ് ഉണ്ടെന്ന് കണ്ടതുകൊണ്ടാണല്ലോ ഇപ്പോൾ FIR ഇട്ടത് പോലീസ് ഒടുവിൽ. അല്ല മഞ്ജുഷ, ഞാൻ ചോദിക്കുന്നത് എൻ്റെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ എനിക്ക് പരാതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടോമെൻ്റ് CIക്ക് അല്ലല്ലോ പരാതി കൊടുക്കുക. ഞാൻ മിനിമം അദ്ദേഹത്തിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ എനിക്ക് പരാതി ഉണ്ട് എങ്കിൽ ഞാൻ മിനിമം DGPക്ക് പരാതി കൊടുക്കണ്ടേ? അപ്പോൾ ഈ സ്റ്റേഷനിൽ ഇങ്ങനെ FIR ഇട്ടില്ല, ഈ സ്റ്റേഷനിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴും ഹൈക്കോടതി നിയോഗിച്ച സമിതിയും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിക്ക് മുകളിൽ നമുക്ക് എവിടെ നിന്നാണ് നീതി കിട്ടുക? ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക്, ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഈ രാജ്യത്ത് എനിക്ക് നീതി ഉറപ്പുവരുത്തുന്ന ഒരു സ്ഥാപനം, ഒരു സ്ഥലം എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയോടും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയോടും എല്ലാം തന്നെ എനിക്ക് ബഹുമാനമുള്ളത് കൊണ്ട് തന്നെ, എനിക്ക് അതിൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ എനിക്ക് എല്ലാ തരത്തിലുള്ള നീതിയും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ ഇന്ത്യൻ പൗരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഘട്ടത്തിൽ
പറഞ്ഞത് ഈ FIR ഇട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ആ പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പോയിരുന്ന പോലീസ് സ്റ്റേഷൻ മാത്രമല്ലല്ലോ അവസാനത്തെ നീതി ഉറപ്പുവരുത്തി തരേണ്ട ഒരു ശരി, സ്ഥലം. ശ്രീ എൻ ശ്രീകുമാർ, പക്ഷേ സുപ്രീം ഇതിൽ കോടതി രാഷ്ട്രീയം 5 അംഗ കാണുകയാണ്. ഉന്നതാധികാര നേരത്തെ സമിതിയെ മോഹൻ നിയോഗിച്ചിട്ടുണ്ട്. കാര്യമുണ്ട്. ഒറ്റ കാര്യം മഞ്ജുഷ, ഒരു കാര്യം കൂടി പറഞ്ഞാൽ മഞ്ജുഷ ഒറ്റ കാര്യം കൂടി നേരത്തെ മോഹൻ നറി സാർ പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഒരു ധാർമ്മികതയുടെ പേരിലെങ്കിൽ പോലും ഒരു മന്ത്രി രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ മന്ത്രി രാജിവെച്ചതിന് പിന്നാലെ മറ്റൊരു മന്ത്രിയുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ചില നരാധമ കൂട്ടമായിട്ടുള്ള കോൺഗ്രസും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ഘടകകക്ഷികളും ചേർന്ന് നടത്തുന്ന നാടകമാണ് ഈ സമരങ്ങൾക്ക് പിന്നിലെന്നാണ് ഞങ്ങൾ രാഷ്ട്രീയമായി സുപ്രീം കോടതി 5 അംഗ ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് നേരിട്ടാണ് ഇവരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി സമരം നടക്കുകയും വിദ്യാർത്ഥികളുടെ പ്രതിഷേധ റാലിക്ക് നേരെ പോലീസ് ആക്രമണം ഉണ്ടാവുകയും ചെയ്തതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നതിനെക്കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ. അതിനിടെ രാഹുൽ ഗാന്ധി എന്തിനാണ് ഈ നാടകം കാണിക്കുന്നത് എന്നാണ് BJPയുടെ ആരോപണമായി വന്നിട്ടുള്ളത്. നോക്കൂ ശ്രീ മഞ്ജുഷേ, രണ്ടാണ്. സുപ്രീം കോടതി ജസ്റ്റിസ് സുഭാഷ് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഒരു സമിതിയെ വെച്ചത് 13 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കാനാണ്, അന്വേഷിക്കാനാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട്. ഇവിടുത്തെ കാര്യം അതല്ല. രാജ്യത്തെ ഒരു സാധാരണ പൗരൻ ഒരു പരാതി കൊടുക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ 1-2 സ്റ്റേഷനിൽ അദ്ദേഹം പരാതി കൊടുത്തു. അതിനെക്കുറിച്ചൊരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഇട്ടില്ല. ഒരു FIR ഇടണമെന്നുള്ളൊരു പ്രാഥമിക മര്യാദയാണ് പോലീസ് സംവിധാനത്തിന്റെ. അത് ഇട്ടില്ല. ജൂലൈ 20-നാണ് ജന്തർ മന്ദറിൽ ഈ വിഷയം ഉണ്ടാകുന്നത്. ഇന്നിപ്പോ ആഗസ്റ്റ് 20 ആവാറായി, 20 കഴിഞ്ഞു. അപ്പോ ഈ ഒരു മാസമായിട്ട് FIR ഇടാത്തപ്പോൾ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നൊരു പൗരന് അവന്റെ അവകാശം സ്ഥാപിച്ചു കൊടുക്കാനായിട്ട്. അത്ര ഉള്ളൊരു വിഷയം, വേറൊന്നുമില്ല. അപ്പൊ അത് പോലീസുകാരെന്താ പറഞ്ഞത്, ഇത് സുപ്രീം കോടതി അന്വേഷിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ബുദ്ധിമുട്ട് എങ്ങനെ 5 മണിക്കൂർ കൊണ്ട് പോലീസ് പരിഹരിച്ചത്? മുട്ടുമടക്കിയില്ലേ ഡൽഹി പോലീസ്? അതായത് BJP ഗവൺമെന്റ് ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി അവർ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവെന്നുള്ള ശോഭ ഇപ്പൊ മാത്രമല്ല. എന്റെ സുഹൃത്ത് ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ഇപ്പൊ മാത്രമല്ല. അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ അനുവദിക്കാത്തതിന്റെ കാരണം എന്താ? അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് തടസ്സപ്പെടുത്തുന്നത്? അദ്ദേഹം ലോക്സഭയിൽ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും വരാതിരിക്കുന്നത്? ഇതൊക്കെ ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അതൊക്കെ രാഷ്ട്രീയമായ ചോദ്യങ്ങൾ. ഇന്ന് നടന്ന എന്താ വെച്ചാൽ ഒരു പൗരന്റെ അവകാശത്തിന് വേണ്ടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എത്തുന്നു. അത് ഡൽഹി ആയതുകൊണ്ട് പെട്ടെന്ന് എളുപ്പമായെന്ന് മാത്രം. കാരണം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഒരു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഓഫീസറുടെ മുമ്പിൽ വന്ന് കുത്തിയിരിക്കുകയാണ്. അപ്പൊ പോലീസ് പറഞ്ഞു ബുദ്ധിമുട്ടാണ് FIR ഇടാൻ, എന്നാ പിന്നെ നിങ്ങൾ ഇട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. 5 മണിക്കൂർ കുത്തിയിരുന്നപ്പോ പോലീസ് വന്ന് മുട്ടുമടക്കി. എല്ലാ ചാനലുകളും കാണിച്ച പോലെ മുട്ടുമടക്കി, ശരിക്കും മുട്ടുമടക്കിയല്ലോ. എന്നിട്ട് അവർ FIR ഇട്ടു. ഇനിയിപ്പോ FIR എന്തൊക്കെ വകുപ്പ് ചേർത്തു അതറിയാൻ വേണ്ടി രാഹുൽ ഗാന്ധി അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് മാധ്യമ വാർത്തകൾ. എനിക്കറിയില്ല അദ്ദേഹം പോയോ എന്നുള്ളത്. ഈ ചർച്ച നടക്കുന്ന സമയം വരെയും അദ്ദേഹം അവിടെ ഉണ്ടെന്നാണ്. ആരുടെയും പേര് ചേർത്തിട്ടില്ല FIR-ൽ, ആരുടെയും പേര് FIR-ൽ ചേർത്തിട്ടില്ല. അതെ, അത് ഇനിയിപ്പോ അതിന്റെ വകുപ്പുകൾ കൂടി അറിയാം. അത് പിന്നെ നാളെ അതിന്റെ വിശദമായിട്ട് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം എന്തെങ്കിലും കാണുമായിരിക്കും. ഇവിടെ വിഷയം എന്താ വെച്ചാല് വിദ്യാർത്ഥികളെ നേരിട്ട രീതിയൊന്നും നമ്മൾ ഇനി സംസാര വിഷയമാക്കണ്ട. അല്ല, ഇത് രണ്ട് സംഭവമാണെന്ന് താങ്കൾ പറയുന്നതിലെ ലോജിക്കാണ്. ഇപ്പോൾ BJPയുടെ പ്രമുഖ നേതാക്കളെല്ലാം ഇതേ രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. നേരത്തെ അഖിൽ അതിന്റെ ചുവട് പിടിച്ചാണ് ഈ ആരോപണം ഉന്നയിച്ചത്. സുപ്രീം കോടതി ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അവിടെ പരാതിക്കാർക്ക് ഈ പരാതികൾ ഉന്നയിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസ് എടുത്തുകൊണ്ട് എന്തിനാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് എന്നുള്ള ചോദ്യമാണ്. അല്ല, അത് രാഹുൽ ഗാന്ധി ആദ്യമേ ഉന്നയിച്ച കാര്യമല്ലേ. ഇത്ര ചോദ്യം ഇത്രേ ഉള്ളൂ. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആരാണ് അനുമതി കൊടുത്തത് പോലീസിന്? അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ അത് പാർലമെന്റിൽ വിശദീകരിച്ചിരുന്നെങ്കിൽ ആ വിഷയം വരില്ല. ഇപ്പൊ ഇതിൽ വിശദീകരിക്കാൻ അവസാനം തയ്യാറായിരുന്നു കേട്ടോ, അവസാനം വിശദീകരിക്കാനായിട്ട് തയ്യാറായിരുന്നു. പക്ഷെ അത് പ്രസ്താവനയുടെ രൂപത്തിൽ മതിയെന്ന് അല്ലേ, അങ്ങനെയായിരുന്നുവല്ലോ പ്രതിപക്ഷത്തിന്റെ നിലപാട്. അല്ലെ, എന്തായാലും പാർലമെന്റിൽ അവസാനത്തെ ദിവസം 2 പേരും വന്നു. ഒരു ദേശീയ വന്ദേമാതരം ഗീതം പാടി പിരിയുകയും ചെയ്തല്ലോ. ഇത് നമ്മളിവിടെ വിഷയം എന്താ വെച്ചാൽ FIR ഇടണോ പോലീസ് എന്നുള്ളതാണ് ഒരു പരാതി കിട്ടിയാൽ. അത് FIR അവർ ഇട്ടില്ല. ഇടാതിരുന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി. അതിന്റെ വേറെ കാര്യത്തിൽ ഇതൊരു ദേശീയ ശ്രദ്ധ മാത്രമല്ല, അന്തർദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു സമരമാണ്. കാരണം ഇപ്പൊ CJPയുടെ വിഷയത്തിൽ BJP തന്നെ ഭിന്നത വന്നില്ലേ. RSSന്റെ നിലപാടുകൾ യുവാക്കളുമായിട്ട് കൂടുതൽ സമ്മതിക്കണമെന്ന് RSS പറഞ്ഞില്ല. അത് മാത്രമല്ല
പ്രധാനമന്ത്രി പിന്നീട് യുവാക്കളുടെ കാര്യത്തിൽ കൂടുതൽ പ്രസംഗത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയില്ലേ? അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? അവരാ സമരം ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അപ്പൊ പ്രതിപക്ഷം ഇത് ആദ്യത്തെ തവണയല്ല രാഹുൽ ഗാന്ധിയുടെ വിഷയം. അദ്ദേഹം പെട്ടെന്നൊരു മിന്നൽ സമരം നടത്തി BJP ഗവൺമെന്റ് ഞെട്ടിപ്പോയില്ലേ? ഇന്നിപ്പോ ആരെങ്കിലും പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോകുന്ന നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം പ്രതിപക്ഷ നേതാവിന്റെ നീക്കങ്ങൾ പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലായിപ്പോയി എന്ന് പറയുമ്പോൾ അതൊക്കെ ചർച്ചാ വിഷയമാവുകയാണ് നാളെ. ഇവിടെ ഇന്ന് കാണേണ്ട വിഷയം എന്താ വെച്ചാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നതിനേക്കാൾ ഉപരി ഒരു ലോക്സഭ MP മാത്രമല്ല, കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു കാപട്യം അറിയാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി. അത് ആദ്യം മനസ്സിലാക്കുക. സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ അതുകൊണ്ട് രാഹുൽ ഗാന്ധി രാജ്യം വിട്ടു, രാഹുൽ ഗാന്ധി മുങ്ങി എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഇതാണ്, അദ്ദേഹത്തിന് ഒരു കാപട്യമില്ല. അദ്ദേഹത്തിന് തോന്നുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ പോയെന്നിരിക്കും, വന്നാൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് നിലകൊള്ളും. ഇന്നിപ്പോ 5 മണിക്കൂർ ആ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്നത് അമ്മയ്ക്കും മകനും വേണ്ടിയിട്ടാണ് അല്ലേ? ഏത് നേതാവ് കുത്തിരിക്കുന്നോ? ഏതെങ്കിലും ഒരു BJP മന്ത്രി ഇവിടെ പോയോ? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്, സുരക്ഷയുള്ള ഒരു നേതാവാണ്. ഒരു ഡൽഹി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെങ്കിലും പറഞ്ഞു വേണ്ടേ BJP? അവര് CJPയുടെ സമരം ചെയ്തപ്പോൾ 2 മന്ത്രിമാരാണല്ലോ വിദ്യാർത്ഥികളെ കാണാൻ പോയത്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ അടുക്കൽ ഈ വിഷയം ഒന്ന് ഒരു സന്ധിക്ക് വേണ്ടി എന്താ BJPയുടെ മന്ത്രിമാർ പോകാതിരുന്നത്? എന്തുകൊണ്ടാ? അപ്പൊ BJP ഒന്ന് അമ്പരന്ന് പോയി. എന്നാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പോലീസ് സ്റ്റേഷനിൽ വന്ന് കുത്തിയിരിക്കുകയാണ്. ആരാണ് ചെയ്യുക ഇങ്ങനെ ആത്മാർത്ഥതയോടുള്ള സമീപനം? അതിനൊക്കെ നാളെ ഉത്തരം കൃത്യമായിട്ടും BJPക്ക് പറയേണ്ടി വരും. അവരുടെ പ്രവർത്തകരോടോ അല്ലെങ്കിൽ ദേശത്തോടോ പറയേണ്ടി വരും. അപ്പൊ ഇന്നിപ്പോ FIR ഇട്ടപ്പോൾ FIR വകുപ്പുകൾ എന്താണെന്നുള്ളത് അത് ഈ കമ്മിറ്റി ഉണ്ടല്ലോ, ഈ 13 വിഷയങ്ങൾ ഈ കമ്മിറ്റി നോക്കുന്നുണ്ട്. ഈ സുഭാഷ് റെഡ്ഡി, അദ്ദേഹത്തിന്റെ പേര് അതാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ആ 5 അംഗ സുപ്രീം കോടതി സമിതി നിരീക്ഷിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ഇത് വരും. എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്നൊരു ചോദ്യം ആ കമ്മിറ്റി ചോദിച്ചാൽ എന്താ പോലീസ് ഉത്തരം പറയാ? പോലീസ് ആദ്യം ഒരു പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടായിരിക്കും അത് FIR ഇടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ എങ്ങനെ 5 മണിക്കൂർ കൊണ്ട് എങ്ങനെ ബുദ്ധിമുട്ട് മാറിക്കിട്ടിയ എങ്ങനെയാ? അപ്പോ വേണമെങ്കിൽ പോലീസിന് FIR ഇടാം. അപ്പൊ FIR ഇടാതിരിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായോ? അത് നാളെ രാഹുൽ ഗാന്ധിയാണ് വിശദീകരിക്കേണ്ടത്. അദ്ദേഹം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്, അതുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കേണ്ടി വരും. നമ്മുടെ ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇതിനകത്ത് പലതരത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ചില BJP നേതാക്കൾ പറയുന്നത് പോലീസ് പറഞ്ഞു നേരത്തെ തന്നെ ഒരു FIR എടുത്തിട്ടുണ്ട്, അത് പ്രകാരം അന്വേഷണം നടക്കുന്നുണ്ട് എന്ന്. പിന്നെ സുപ്രീം കോടതിയുടെ ഉന്നതാധികാര സമിതിയുണ്ട്, അവർ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. അതിനിടയിൽ രാഹുൽ ഗാന്ധി ചീപ്പ് പൊളിറ്റിക്സ് എന്നുള്ള കാര്യമാണ് ഇവിടെ BJP ഔദ്യോഗികമായിട്ട് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ ഒരു നാടകമാണ് എന്ന രീതിയിലാണ്. അതിൽ വന്ദേമാതരവും കൂടി കൊണ്ടുവരുന്നുണ്ട്. AICC ആസ്ഥാനത്ത് വന്ദേമാതരം മുഴുവനും പാടിയതിലുള്ള നാണക്കേട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് രാഹുൽ ഗാന്ധി വരുന്നത് എന്നൊക്കെ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മെറിറ്റില്ലാത്ത ഒരു എന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടുണ്ടോ? ഇത് ആവശ്യമില്ലായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെയൊരു പ്രതിഷേധത്തിൻ്റെ. ഇത് ഇപ്പോൾ തന്നെ അന്വേഷിക്കുന്ന ഒരു വിഷയമാണ്. അതിനിടയിൽ ഒരു വിദ്യാർത്ഥിയുമായിട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നത് അത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് ഉചിതമായ ഒന്നല്ല എന്നുള്ള കാര്യം ഇതാണല്ലോ BJP ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. രണ്ട് ലെവലിൽ ഇതിനെ വിശകലനം ചെയ്യാം ശ്രീ മഞ്ജുഷ്. ഒന്ന്, ഒരു സാധാരണ പൗരന്റെ അവകാശം സംരക്ഷിക്കാൻ ഒരു FIR ഇടുക അല്ലെങ്കിൽ ഇടപെടുക, ഇത് ഒരു അവകാശമാണ്. കാരണം അദ്ദേഹത്തിന് നേരെ പെല്ലറ്റ് പ്രയോഗം ഉണ്ടായിരിക്കുന്നു. അത് വസ്തുതാപരമാണ്. അത് ആരും പറയില്ല അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയില്ല. അമിത്ഷാ അതേക്കുറിച്ച് പ്രസ്താവന നടത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ there is an aggrieved പാർട്ടി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അത് FIR ഇടാൻ തയ്യാറാവുന്നില്ല എങ്കിൽ പ്രതിപക്ഷ നേതാവ് വേണ്ടി വരുന്നു ഒരു FIR ഇടുന്നതിന് വേണ്ടി. പ്രതിപക്ഷ നേതാവിന്റെ ശാരീരിക സാന്നിധ്യം ഒരു പോലീസ് സ്റ്റേഷനിൽ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമവാഴ്ച ഇവിടെ നിൽക്കുന്നു. കോടതിയിലും നിയമവാഴ്ചയിലും ഒക്കെ വിശ്വാസം ഉള്ളിടത്തോളം കാലമേ രാജ്യം ഈ രൂപത്തിൽ നിൽക്കൂ. അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്താം. ഇതിനകത്തൊരു പെറ്റി പോളിറ്റിക്സ് വേണമെങ്കിൽ ആരോപിക്കാം. അത് രാഹുൽ ഗാന്ധി ഷോ കാട്ടുന്നു. രാഹുൽ ഗാന്ധി എന്തിനാണ് ഇതുപോലൊരു വിഷയം ഏറ്റെടുക്കുന്നത്? കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമല്ലേ? അല്ലല്ലോ, കോടതി അന്വേഷിക്കുന്നു. കോടതിക്ക് ഏതെല്ലാം രീതിയിൽ ഇൻപുട്ട് കിട്ടാമോ അതെല്ലാം തന്നെ കോടതിയുടെ 5 അംഗ അന്വേഷണ കമ്മീഷന്റെ പരിധിയിലുണ്ട്. തീർച്ചയായും അത് പാരലായിട്ട് നടക്കും. അതുകൊണ്ട് കോടതി അന്വേഷിക്കുന്നു, സ്വതന്ത്രമായി അന്വേഷണം നടത്തുന്നു എന്നതുകൊണ്ട് ഒരു അഗ്രീവ്ഡ് പാർട്ടിക്ക് തന്റെ ഫണ്ടമെന്റൽ റൈറ്റ് നിഷേധിക്കാൻ പറ്റുമോ? ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷൻ സമീപിക്കാനും ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാനും ഒരു വ്യക്തിക്ക് അവകാശമുണ്ട്. ആ വ്യക്തി ആരെ കൂട്ടിക്കൊണ്ടു പോകുന്നു? പ്രതിപക്ഷ നേതാവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു, ഒരു ലോക്കൽ പഞ്ചായത്ത് അംഗത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നു, അതൊക്കെ അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തീർച്ചയായും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത് ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിച്ചു എങ്കിലും അതിൽ തെറ്റു പറയാനാവില്ല. അത് BJP പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഇത് തന്നെ ചെയ്യില്ലായിരുന്നു.
അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, പ്രതിഷേധക്കാർ മാത്രം ചെയ്തോളും, ഞങ്ങൾ രാഷ്ട്രീയക്കാർ ഇടപെടില്ല, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറില്ല എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി നേരിട്ട് വിയർത്തിറങ്ങാൻ തയ്യാറാകുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്ന ഇമേജിലേക്ക് വരികയാണ്. അതായത് ഒരു ആംചെയർ ഒരു പ്രതിപക്ഷ നേതാവല്ല, മറിച്ച് ഭാരതം മുഴുവൻ സഞ്ചരിക്കുന്ന ഭാരത് ജോഡോ യാത്ര, സർക്കാരിന്റെ പോരായ്മകളെ അല്ലെങ്കിൽ ദേശത്തെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി, അതൊക്കെ പൊളിറ്റിക്കലാണ്, തീർച്ചയായും അതൊരു നറേറ്റീവാണ്, ഒരു ഐഡിയ കൊടുക്കുകയാണ്, രാജ്യത്തിന് ഐഡിയ കൊടുക്കുകയാണ്. അതിന്റെ പിന്നിൽ രാഷ്ട്രീയം കാണും, തീർച്ചയായും ഉണ്ട്. പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയമില്ലേ? അതുകൊണ്ട് ഈ ഒരു നീക്കത്തിന് പിന്നിലും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് അജയൻ എന്ന് പൊതുവെ തോന്നിയ ശ്രീ അമിത്ഷായ്ക്കെതിരെയുള്ള വ്യക്തമായ കടന്നാക്രമണമാണ്. കാരണം എവിടെയാണ് ആക്രമിക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിരിക്കുന്നു. നരേന്ദ്രമോദിക്കെതിരെ വ്യക്തിപരമായി ഒന്നും ഇപ്പോൾ പറയേണ്ടതില്ല. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജി, കോക്രോച്ചുകൾ ചോദിച്ചെഴുതി വാങ്ങി. ഇനിയിപ്പോ കോൺഗ്രസിന്റെ ടേണാണ്. മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ, ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിന്റെ ടേണാണ്. ഇതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുക. അത് തെരുവിലാണ്. പാർലമെന്റ് സമ്മേളനത്തിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ, ക്യാമറ കണ്ണുകളുടെ മുന്നിൽ താൻ ഒരു സന്ദേശം കൊടുക്കുകയാണ്. താൻ അന്ത്യം വരെ പൊരുതാൻ തയ്യാറാണ്, ഏതറ്റം വരെ പോകാൻ. ഒരു പോരാട്ട വീര്യത്തിന്റെ സൂചന കൂടി വരുന്നുണ്ട് കേട്ടോ. കാരണം തുടർച്ചയായിട്ട് വിജയവും വരുന്നുണ്ട്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിജയം കാണാതെ രാഹുൽ ഗാന്ധി മടങ്ങുകയായിരുന്നു എങ്കിൽ അത് വലിയൊരു പരിഹാസത്തിന് കാരണമാകുമായിരുന്നു. അത് BJP ഈ അവസരം, കിട്ടിയ അവസരം പരമാവധി മുതലെടുക്കുമായിരുന്നു. ഇപ്പോൾ അവിടെ കുത്തിയിരുന്ന സമയത്ത് തന്നെ BJP ഹാൻഡിലുകളിൽ നിന്നൊക്കെ ഒരു പരിഹാസച്ചുവയോടുകൂടിയുള്ള പരാമർശങ്ങൾ വന്നു തുടങ്ങിയതാണ്. പക്ഷേ സമരം വിജയം കണ്ടു. അത് രാഹുൽ ഗാന്ധിയുടെ പ്ലസ് ആണ്. ഒരു പ്രതിപക്ഷ നേതാവ് ഒരു പ്രതിഷേധം നടത്തി അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ഡൽഹി പോലീസ് തന്നെ ഉറപ്പ് കൊടുക്കുകയുണ്ടായി, ഇതിൽ ആവശ്യമുള്ള വകുപ്പുകൾ ചുമത്തി തന്നെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന്. അപ്പോൾ പോലീസ് അതിനകത്ത് എന്തായാലും നിയമോപദേശം തേടിയിട്ടാകുമല്ലോ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ വരുമ്പോൾ ഈ ഉന്നതാധികാര സമിതിയുടെ അന്വേഷണമൊന്നും FIR എടുക്കുന്നതിന് ബാധകമല്ല കേട്ടോ. അത് ഒരു തരത്തിലും ബാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ എവിടെ നിന്നോ ഒരു സന്ദേശം ഇവിടെ വന്നിരുന്നു, ഇതുവരെ ഡൽഹി പോലീസിനെ കൈവിറച്ചിരുന്നു. അതാണിപ്പോൾ മാറിയിരിക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവിന്റെ ഈ ഇടപെടൽ അത് ഫലം കാണുകയും ചെയ്തു. വഴങ്ങേണ്ടടുത്ത് അഖിലിനോടാണ് ശ്രീ മോഹൻ വർഗീസ്. ശ്രീ അഖിൽ, ഞാൻ പറയുന്നത് എന്നോടല്ലേ? ഞാൻ പറയുന്നത്, നിങ്ങൾ വിജയം കാണുന്നു എന്ന് പറയുന്നത്, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഒരു FIR ഇടിയിച്ചു ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നതാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പോയിട്ടാണോ ഒരു FIR ഇടിയിക്കേണ്ടത്? അവിടെ കോൺഗ്രസിൻ്റെ മറ്റാരും ഇല്ലേ? അവിടെ സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാളില്ലേ? പക്ഷേ അതൊക്കെ രാഷ്ട്രീയമായ ആരോപണമാണ്. ഞാൻ ആ സമരത്തെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ ആ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ വിലകുറച്ച് കാണുകയോ രാഹുൽ ഗാന്ധിയെ ഒട്ടും വില കുറച്ച് കാണുകയോ ചെയ്തല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഇതിൻ്റെ ഒരു മെരിറ്റിലേക്ക് കടക്കുന്നില്ല എന്നതാണ് എൻ്റെ സങ്കടം. ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നു, രാജ്യത്തൊരു സമരം നടക്കുന്നു, ഒരു ഓർഗനൈസ്ഡും അല്ലാത്ത ഒരു സമരം നടക്കുന്നു. ആ സമരത്തിലേക്ക് ആരൊക്കെ നുഴഞ്ഞു കയറുന്നു? ആ സമരം ഏതൊക്കെ കാര്യമാണെങ്കിലും രാജ്യത്തൊരു അരാജകത്വം ഉണ്ടാകരുത്, രാജ്യത്തൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് ധാർമ്മികതയിൽ ഒരു മന്ത്രി രാജിവെക്കുന്നു. ആ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായ എല്ലാ കലാപങ്ങളുടെയും ഭാഗമായിട്ടുണ്ടായ ചില ക്രമസമാധാന പ്രശ്നങ്ങൾ തടുക്കുന്നതിലേക്ക് വേണ്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിക്രമങ്ങൾ പോലും ഒരു സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ സർക്കാർ പ്രഖ്യാപിക്കുന്ന അന്വേഷണം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ 140 കോടി മനുഷ്യരും വിശ്വാസത്തോടുകൂടി കാണുന്ന, അതിൽ രാഹുൽ ഗാന്ധിയും വിശ്വാസത്തോടു കൂടി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന രാജ്യത്തിൻ്റെ സുപ്രീം കോടതി അതിലൊരു അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഉന്നതാധികാര അന്വേഷണ സമിതി തന്നെ പുറപ്പെടുവിച്ചുകൊണ്ട് ആ അന്വേഷണം നടപ്പിലാക്കുമ്പോൾ അതിൽ വിശ്വാസമില്ലാതെ വീണ്ടും ഒരു രാഷ്ട്രീയമായ പൊറോട്ട നാടകത്തിലേക്ക് വേണ്ടി രാജ്യത്തെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും രാജ്യത്തിൻ്റെ തന്നെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഇറങ്ങിത്തിരിക്കുന്നതിലെ ഔചിത്യമാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഞങ്ങൾ ഇപ്പോൾ ഡൽഹിയിലെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദേശീയ വക്താക്കളൊക്കെ പറഞ്ഞതുപോലെ തന്നെ വന്ദേമാതരത്തിലെ ഒരു ക്ഷീണം കോൺഗ്രസിനുണ്ട്. ആ ക്ഷീണത്തിൽ നിന്നും ഒന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നതെങ്കിൽ ഇങ്ങനെയല്ല നടത്തേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, ഒരു വിദ്യാർത്ഥിയുമായി വന്നു, മഞ്ജുഷിൻ്റെ വാക്കാണ് ഞാൻ പറയുന്നത്, ഒരു വിദ്യാർത്ഥിയുമായി വന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സമരത്തിൽ പങ്കെടുത്ത് അക്രമമേറ്റു അല്ലെങ്കിൽ അടിയേറ്റു പരിക്കേറ്റു എന്ന്
എന്ന് പറയുന്ന എത്രയോ വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളെല്ലാം കൂട്ടത്തോടുകൂടി കൊണ്ടുവന്ന് നിർത്തി ഞങ്ങൾക്ക് ഇവിടെ നിന്നും നീതി ലഭിച്ചില്ല, ഞങ്ങൾ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി, ഞങ്ങൾക്കെതിരെ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങളേറ്റ പരിക്കുകളിൽ ഞങ്ങളെ ആക്രമിച്ചവർക്കെതിരെ ഞങ്ങൾ നൽകിയ പരാതിയിലൊന്നും തന്നെ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന ഒരാളും പറഞ്ഞു വരികയോ അല്ലെങ്കിൽ ആ സമരത്തിന് നേതൃത്വം നൽകിയ CJP പോലുള്ള സംഘടനയുടെ നേതാക്കളോ ഒന്നും തന്നെ അതിൽ പറയുന്നില്ല. ഇഷ്ടംപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. എത്രയോ പരാതികൾ വന്നു. രാഹുൽ ഗാന്ധി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പല യുവാക്കളെയും ഹാജരാക്കി അവരുടെ ശരീരത്തിൽ പെല്ലറ്റുകൾ തകച്ചിരിക്കുന്നത് കാണിക്കുകയും ചെയ്തു. ദൃശ്യങ്ങൾ സഹിതമാണ് ഇത് പുറത്തു വന്നത്. ഇത് ആദ്യമായിട്ടല്ല കേട്ടോ, ഓരോ ദിവസവും ഇതേക്കുറിച്ചുള്ള പരാതികൾ വരുന്നുണ്ട്. പാർലമെന്റിൽ ഇതേക്കുറിച്ച് അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നും ആവശ്യപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞ ഒരു നഖം പോലും ഒരാൾക്കും ഈ രാജ്യത്ത് നഷ്ടപ്പെടരുത്, ഒരാൾക്ക് നഷ്ടപ്പെടരുത്. മഞ്ജുഷ, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ കൊണ്ടുവന്നു, ആ വിദ്യാർത്ഥിക്ക് ആ സമരത്തിൽ അല്ലെങ്കിൽ അവരെ ആക്രമിച്ചു എന്ന് പറയുന്ന പോലീസിനെതിരെ നടപടി സ്വീകരിച്ചില്ല എന്ന് പറയുന്നതിലോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ കാര്യമല്ല ഇത് കേട്ടോ, നഖം പോലും നിരവധി വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പേരിൽ നഷ്ടപ്പെടരുത്. ഞാൻ മഞ്ജുഷ, ഞാൻ അല്ല നിരവധി വിദ്യാർത്ഥികളുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ ആവശ്യം ഉന്നയിച്ച് എന്തേ CJP ലീഡർഷിപ്പ് അവരാണല്ലോ സമരം നടത്തിയത്, അവരാണല്ലോ ഈ സമരത്തിന്റെ ഒരാളെ പേര് മഞ്ജുഷ പറയും. ഇന്നത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മോഹൻ വർഗീസ് വന്നു, അല്ലെങ്കിൽ ശ്രീകുമാർ സാർ വന്നു എന്ന് ഞാൻ പറയുന്നത് ഒരാളെ നിങ്ങൾ പറയുന്നു. നിങ്ങൾ രാഹുൽ ഗാന്ധി വിറപ്പിച്ചോ എന്നതാണ് ഈ നിങ്ങളുടെ ഹെഡ്ലൈനായി നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് വിറയലാണ് എന്നതാണ് ഞങ്ങൾ പറയുന്നത്. വിറപ്പിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി. നാട്ടിൽ വിറയലാണ്. തൻ്റെ അധികാരമെന്ന സ്വപ്നത്തിലെന്ന് പറയുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രി കസേരയിലേക്ക് മോഹിച്ച് ആ സ്വപ്നവുമായി നടക്കുന്ന ആ മനുഷ്യന് സ്വന്തം പാർട്ടിയിൽ പോലും ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വിറയൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊറാട്ട് നാടകമാണ് ഡൽഹിയിലേക്ക്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള സമരങ്ങൾ ഏറ്റെടുക്കും, അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് BJP ആണെങ്കിലും പ്രതിപക്ഷ നേതാവുണ്ടെന്ന് ഞങ്ങൾ ഞങ്ങൾ കൂടുതൽ ഡൽഹി പോലീസിനെ വിറപ്പിക്കുകയായിരുന്നു. അതല്ലെങ്കിൽ ഇതുവരെ FIR എടുക്കാത്ത ഡൽഹി പോലീസ് എങ്ങനെയാണ് 5 മണിക്കൂറിനുള്ളിൽ FIR ഇടാൻ തയ്യാറായത്? ആ ചോദ്യത്തിനുള്ള മറുപടി പറയും. അല്ല ശ്രീ അഖിൽ, ഇത്രയും നാൾ FIR ഇടാൻ മടി കാണിച്ച പോലീസ് ഈ 5 മണിക്കൂറിനുള്ളിൽ എങ്ങനെ FIR ഇട്ടു? രാജ്യത്തെ പ്രധാനപ്പെട്ട ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്നത് ഒരു സമരം നടന്ന് ഇത്ര സമയത്തിനുള്ളിൽ FIR ഇടണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും നിയമത്തിൽ വ്യവസ്ഥ നിങ്ങൾ പോലീസാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒറ്റ ഇടപെടലിൽ FIR എടുക്കാൻ തയ്യാറായത്. അല്ലല്ലേ ഇത് മെറിറ്റ് ഉള്ളതാണെന്ന് അറിഞ്ഞിട്ടും FIR ഇടാൻ തയ്യാറാകാത്ത പോലീസാണ് രാഹുലിന്റെ ഒറ്റ ഇടപെടലിൽ ഇപ്പോൾ FIR ഇടാൻ തയ്യാറായത്. ഒരു SIയെ കൊണ്ട് FIR ഇടിക്കലാണോ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ജോലി? രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ജോലി ഒരു SIയെ കൊണ്ട് FIR ഇടിക്കലാണോ? രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ, രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പ്രതിപക്ഷ സംഘടനയുടെ നേതാവല്ലേ രാഹുൽ ഗാന്ധി? ഇത് രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സമരം അതിനെതിരെ നടന്ന ഒരു പെല്ലറ്റ് പ്രയോഗം പോലീസിന്റെ, അത് രാജ്യത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ചെയ്തത്. അതല്ലാതെ ഒരു വിദ്യാർത്ഥിയുടെ മേൽ പെലറ്റ് ആക്രമണം ഉണ്ടായപ്പോൾ അതിനുവേണ്ടി ഒരു സ്റ്റേഷനിൽ ചെന്ന് FIR ഇടിപ്പിച്ച രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് അപഹസിക്കരുത്. രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സമരത്തിന് നേരെ ഡൽഹി പോലീസ് നടത്തിയ അതിക്രമം, അതിനെതിരെയുള്ള നടപടിയാണ് പോലീസിനെ കൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് എടുപ്പിച്ചത്. ശ്രീകുമാർ, അഖിൽ പറഞ്ഞതിനുള്ള മറുപടി. ഞാൻ മറുപടി പറഞ്ഞില്ല മഞ്ജുഷ, ഞാൻ മറുപടി പറഞ്ഞില്ല. നിങ്ങൾ അതിനു മുമ്പ് പോവല്ലേ, നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് പോവല്ലേ? ഞാൻ ചോദ്യം ചോദിച്ചിട്ട് പോയതല്ല. താങ്കൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ കടമയല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇടപെടേണ്ട ഒരു വിഷയമല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ്. പ്രതിപക്ഷ നേതാവ് ഇന്ന വിഷയങ്ങളിൽ ഇടപെടാവൂ എന്നൊന്നുമില്ല കേട്ടോ. അല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലേ? അദ്ദേഹം രാജ്യത്തിന്റെ മാത്രമല്ല മഞ്ജുഷ, രാജ്യത്തെ ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തെ സർക്കാരിനെതിരെ ഏത് വിഷയത്തിലും അഭിപ്രായം പറയുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. ഞങ്ങൾ അതിനെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നത സമിതികൾ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നീതിന്യായ സംവിധാനങ്ങളിൽ അന്വേഷണമുള്ള ഒരു പരാതിയിന്മേൽ, ആ പരാതിയിന്മേൽ എനിക്ക് ഈ അന്വേഷണം
അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഈ നിയമവ്യവസ്ഥിതിയല്ലേ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കൂടി താമസിക്കുന്ന ഡൽഹിയുടെ ഹൈക്കോടതി തുളച്ചു കയറി ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന് നേരിട്ട് അതിക്രമത്തെ കുറിച്ച് പരാതി നൽകുമ്പോൾ ആ പരാതിയിൽ അന്വേഷണം വേണ്ട എന്ന് പോലീസ് തീരുമാനിക്കുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ആ വിദ്യാർത്ഥിയുമായി സ്റ്റേഷനിൽ ചെന്ന് FIR എടുക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നു. പോലീസ് അതിന്റെ നിയമവശം പരിശോധിച്ച് FIR എടുക്കുന്നു. അത്രയേ ഉള്ളൂ. അതിനെ പിന്നെ മറ്റു രീതിയിൽ എന്തിനാണ് വ്യാഖ്യാനിക്കുന്നത്? പരിഹസിക്കേണ്ട ആവശ്യം അതിനകത്ത് വരുന്നതേ ഇല്ല. അത്രയേ ഉള്ളൂ. ഞങ്ങളും പറയുന്നത് അവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഡൽഹി പോലീസ് അന്ന് നടത്തിയ ഈ ബലപ്രയോഗം അവകാശവാദമായി പറയുന്നത്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? അഞ്ചു മണിക്കൂറിനിടയിൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടത് കൊണ്ടാണ് FIR ഇട്ടത്. പക്ഷേ നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞു സുപ്രീം കോടതിയിൽ അല്ലല്ല, നിങ്ങൾ അങ്ങനെ മാറ്റി പറയില്ല. രാഹുൽ ഗാന്ധി ചെന്ന് കുത്തിയിരുന്ന് പോലീസിനോട് ഇക്കാര്യം ശക്തമായി ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് നിയമോപദേശം തേടി അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കേണ്ട ആളുകളെ വിളിച്ചു ചോദിച്ചു ജില്ലാ കോടതികളിലും തനിക്ക് നീതി ലഭിച്ചില്ല എങ്കിൽ പോകുന്ന ഹൈക്കോടതിയും ആ ഹൈക്കോടതിയിലും നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ പോകുന്ന സുപ്രീം കോടതിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സമിതികൾ വെച്ച് അന്വേഷണം നടത്തുന്ന ഒരു വിഷയത്തിൽ ഞാൻ FIR ഇടുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം പഠിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുകളിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ഇട്ടില്ലെങ്കിൽ ഈ ഉന്നതാധികാര സമിതിയിൽ നിന്ന് വിമർശനം ഉണ്ടാകുമെന്ന് ഡൽഹി പോലീസ് ഭയന്നിട്ടുണ്ടാകും. അതാണ് അവിടെ സംഭവിച്ചത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. രാഹുൽ ഗാന്ധി വന്നതുകൊണ്ടല്ല അതായത് ഈ നമ്മുടെ ഒരു വിദ്യാർത്ഥിയുടെ നേരെ ഉണ്ടായ പെല്ലറ്റ് പ്രയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സംഭവം കോളിളക്കൊക്കെ ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് FIR ഇടാതിരുന്നത് ഒരു മാസമായിട്ട്. ആ FIR ഒരു കോൺസ്റ്റബിളിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു SI കൊണ്ടോ പ്രതിപക്ഷ നേതാവ് ഇടിച്ചെന്നുള്ളതല്ല. ഡൽഹി പോലീസിനെ നിയന്ത്രിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ആ ആഭ്യന്തരമന്ത്രി ഇന്ന് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയം. വേണമെങ്കിൽ FIR ഇടണ്ട എന്ന് പോലീസിന് നിർദ്ദേശം കൊടുത്ത FIR ഇടില്ല. അപ്പൊ എന്തിനാണ് FIR ഇടാനുള്ള നിർദ്ദേശം മുകളിൽ നിന്ന് വന്നത്? എന്തുകൊണ്ടായിരിക്കാം? അല്ലാണ്ട് സാധാരണ പോലീസ് സ്റ്റേഷനിലുള്ള തീരുമാനമാണെങ്കിൽ നേരത്തെ ജൂലൈ 20-ാം തീയതി 21-ാം തീയതി ഇടാമായിരുന്നു. എന്തുകൊണ്ട് ഒരു മാസമായിട്ട് ഇടാതിരുന്ന വെച്ചാൽ അതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയ തീരുമാനം ഇന്ന് BJP തിരുത്തി എന്നുള്ളതാണ് അതിലത്തെ രാഷ്ട്രീയം. അത് കോൺഗ്രസിന്റെ വിജയവും പ്രതിപക്ഷ നേതാവിന്റെ ഒരു നേട്ടവും, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ നേട്ടവും കോൺഗ്രസിന്റെ ഒരു വിജയവും, അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന മുന്നണി ഗവൺമെന്റിന്റെ ഒരു പരാജയവുമാണ്. ഇവിടെ വിഷയം എന്താ വെച്ചാൽ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് BJPക്ക് കഴിഞ്ഞ ഈ CJP സമരകാലത്ത് ഉണ്ടായില്ലെന്ന് വേണം കരുതാനായിട്ട്. കാരണം ആ സമരത്തിൽ സത്യം പറഞ്ഞാൽ BJP വല്ലാതെ ആകുലപ്പെട്ടുപോയി. എങ്ങനെ അത് തീർക്കണം എന്നവർക്ക് മനസ്സിലായില്ല. അവസാനം മന്ത്രിയുടെ രാജി നിസ്സാരമാണോ? കാരണം ശ്രീ മഞ്ജുഷ 2014 മുതൽ ഒരുപാട് സമരങ്ങൾ നമ്മുടെ ദേശീയ തലത്തിൽ നടന്നിട്ടുണ്ട്. മന്ത്രിമാർ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രി പോലും രാജിവെച്ചിട്ടില്ല. ആകപ്പാടെ രാജിവെച്ചത് ഒരു വികാരത്തിന്റെ പേരിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു വിദ്യാർത്ഥി യുവജന സമൂഹത്തിന്റെ സമരത്തിന്റെ ഒടുവിലാണ്. അത് ധർമ്മേന്ദ്ര പ്രധാനായി രാജിവെച്ച നിസ്സാരക്കാരനല്ല. അറിയാമല്ലോ ധർമ്മേന്ദ്ര പ്രധാൻ BJPക്ക് ആരാണ്, എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നൊക്കെ അറിയാമല്ലോ. അത് ഒന്നാമത്തെ പരാജയം. രണ്ടാമത്തെ പരാജയം എന്താണെന്ന് വെച്ചാൽ, അതിന് മുമ്പുള്ള പരാജയം എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധിന്റെ മിന്നൽ സമരങ്ങൾ. ഇപ്പോഴത്തെ പരാജയം എന്താണെന്ന് വെച്ചാൽ FIR ഇടാതെ വൈകിപ്പിച്ച് അവസാന പ്രതിപക്ഷ നേതാവ് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ആ പോലീസുകാരെ കൊണ്ട് FIR ഇടിച്ചു. വേണമെങ്കിൽ FIR ഇടാതിരിക്കാമായിരുന്നല്ലോ. പ്രതിപക്ഷ നേതാവല്ല, ഏതൊരു സാധാരണ കോൺഗ്രസ് നേതാവ് പോയാലും വേണമെങ്കിൽ FIR ഇടാതിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് FIR ഇട്ടത്? എന്തുകൊണ്ടാണ്? അതാണ് പറയുന്നത് അതിലത്തെ രാഷ്ട്രീയം അതാണ്. പിന്നെ മറ്റൊരു വിഷയം എന്താ വെച്ചാല് ഇതിൽ വിപുലമായ രാഷ്ട്രീയം വേറെയുണ്ട്. കാരണം ഇന്ത്യ സഖ്യത്തിന് ഒരു ഉണർവുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം എന്തായാലും ഇന്ത്യ സഖ്യം അവിടെ ഭിന്നിച്ചു പോകുന്നു. ബംഗാളിൽ പോയി, അതുപോലെ തന്നെ എല്ലായിടത്തും ഭരണം നഷ്ടപ്പെട്ടു. ഏതാണ്ട് ദക്ഷിണേന്ത്യ മാത്രമേ ഉള്ളൂ ഇപ്പൊ കോൺഗ്രസിന് സഖ്യകക്ഷികളൊക്കെ ഉള്ളത്. അത് നല്ലൊരു മുന്നേറ്റം തന്നെ ദക്ഷിണേന്ത്യയിലുണ്ട്. 3 സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് കോൺഗ്രസിന്റെ മുന്നണി മന്ത്രിസഭ ഭരിക്കുന്നു. ആന്ധ്ര ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കോൺഗ്രസ്, പോണ്ടിച്ചേരി ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കോൺഗ്രസിന്റെയും കോൺഗ്രസ് മുന്നണിയുമാണ്. അപ്പൊ ദേശീയ തലത്തില് ഇന്ത്യ സഖ്യത്തിന്, അതായത് പ്രതിപക്ഷ നേതാവ് ഒരു BJPയെ രാഷ്ട്രീയ നേട്ടം BJPക്ക് മേൽ നേടിയിരിക്കുന്നു എന്നുള്ള നിസ്സാര കാര്യമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകം മുഴുവൻ ശ്രദ്ധിച്ചൊരു സമരം എന്ന് പറയാൻ കാരണം വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ആ ഒരു കണ്ണ് തുറപ്പിച്ചല്ലോ BJP സംഘപരിവാർ നേതൃത്വത്തിന്റെ. അതുകൊണ്ടല്ലേ RSS നേതാവ് മോഹൻ ഭാഗവത് ഞാൻ നേരത്തെ ആദ്യത്തെ നമ്മുടെ പാദത്തിൽ മറ്റൊരു പ്രശ്നമുണ്ട് കേട്ടോ.
ഈ പ്രതിപക്ഷത്തിന് നേരിട്ട് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പറ്റില്ലാത്ത ഒരു സമരമായിരുന്നു കണ്ടത്. ഇപ്പോൾ പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ആ സമരത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നു എന്നുള്ളൊരു പ്രതീതിയും അതിനകത്തുണ്ടാവും കേട്ടോ. പക്ഷേ ആകെ നോക്കുകയാണെങ്കിൽ ഇത് പ്രതിപക്ഷത്തിന് ക്ഷീണമാണ് ഇപ്പോഴും. അല്ല മഞ്ജുഷേ, പ്രതിപക്ഷ സമരത്തെ ഏറ്റെടുത്തിട്ടില്ല. CJP സമരത്തോടെ കോൺഗ്രസോ ഇന്ത്യ സഖ്യമോ അത് അവരുടേതായ ഒരു ചൂഷണത്തിനോ ക്രെഡിറ്റോ ഏറ്റെടുക്കാൻ മുതിർന്നിട്ടില്ല. അതിന് ക്രെഡിറ്റ് വേണ്ടെന്ന് പരസ്യമായിട്ട് AICC ജനറൽ സെക്രട്ടറി പറയുകയും ചെയ്തു. അത് അവരുടെ വിജയം, CJPയുടെ വിജയവും CJPയുടെ വിജയത്തെക്കാൾ ഉപരി കേന്ദ്ര ഗവൺമെന്റിന്റെ പരാജയമാണ്. കാരണം ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ഉണ്ടാകാത്തതിന്റെ ഒരു ദോഷം അവർ അനുഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടില്. ആ ക്രെഡിറ്റ് ഒന്നും കോൺഗ്രസ് എടുത്തിട്ടില്ല. കോൺഗ്രസ് എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധി എപ്പോഴെങ്കിലും പറഞ്ഞോ ഈ CJP സമരവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ക്രെഡിറ്റ് അവകാശപ്പെട്ടില്ല? ക്രെഡിറ്റ് അവകാശപ്പെട്ട നമ്മുടെ CPM കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളാ. SFI നേതാവ് ഐഷി ഘോഷിയെ കൊണ്ട് മറ്റേ ചില നീക്കങ്ങളൊക്കെ നടത്തി ആ സമരം ഞങ്ങളുടെയും കൂടെ വിജയമാണെന്നൊക്കെ പറഞ്ഞത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടില്ല. കോൺഗ്രസ് ഇപ്പം എന്ന് വെച്ചാൽ ഒരു സാധാരണ പൗരന് കിട്ടേണ്ട അവകാശത്തിന് വേണ്ടി കോൺഗ്രസ് രംഗത്ത് വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. അല്ലാതെ അതിന്റെ ക്രെഡിറ്റ് ഒന്നും കോൺഗ്രസ് ഏറ്റെടുക്കുവോ? പരസ്യമായിട്ട് പറയില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് മനസ്സിലാകും. എന്ത് രാഷ്ട്രീയം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാണ്. രാഷ്ട്രീയമാണല്ലോ നമ്മുടെ നാട്ടിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ BJPയുടെ പ്രധാനമന്ത്രി എന്നോ ആഭ്യന്തരമന്ത്രി എന്നുള്ള അല്ല വിഷയം. എന്തുകൊണ്ട് BJPക്ക് ഈ വക സമരത്തെ നേരിടാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഇതൊരു ദേശീയ സുപ്രീം കോടതി ഒരു കമ്മീഷനെ വെച്ചതുകൊണ്ട് FIR ഇടണ്ടെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ കമ്മീഷൻ ചിലപ്പോൾ ശ്രീ മഞ്ജുഷ നേരത്തെ സൂചിപ്പിച്ച പോലെ കമ്മീഷൻ ചിലപ്പോൾ ചോദിക്കും ഒരു പൗരനൊരു പരാതി ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയേണ്ടി വരും. അപ്പൊ അതൊക്കെ ഭയന്നിട്ട് ചെയ്യുന്ന പണിയാണ് ഇതല്ല. അപ്പൊ ഇതിൽ സാധാരണ എന്ന് വെച്ചാല് ഈ നമ്മളുടെ ദേശീയ തലത്തില് ഈ സമരം ശ്രദ്ധിക്കപ്പെട്ടില്ല. സാധാരണ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമരവും അതുപോലെ പരമ്പരാഗത സമരശൈലിയിലോ ഒന്നും അല്ലല്ലോ നമ്മൾ കണ്ടത്. ഒരു ആഹ്വാനം നടത്തി ഒരു വികാരത്തിന്റെ പേരിൽ, കോക്രോച്ച് എന്നുള്ള വികാരത്തിന്റെ പേരിൽ എല്ലാവരോടും എത്തി സമരം ചെയ്തു. അവർക്ക് രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്ന് പറയുകയും ചെയ്തു. ഇവിടെ നമ്മുടെ സുഹൃത്ത് ശ്രീ അഖില് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്വപ്നം ഉണ്ടാവും കോൺഗ്രസിന്. എന്താ സംശയത്തില്? കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ തവണ കഴിഞ്ഞ മുമ്പത്തെ തവണ അമ്പയെ പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം വീണ്ടെടുക്കാവുന്ന രീതിയിലേക്കുള്ള വിജയം സമ്മാനിച്ചു. BJP ഒറ്റയ്ക്കല്ലല്ലോ ഇപ്പൊ ഭരിക്കുന്നത്, മുന്നണി ഗവൺമെന്റ് അല്ലേ. എന്തുകൊണ്ടാണ് BJPക്ക് പരാജയം വന്നത്? ഇതൊരു BJPക്ക് ഒരു 10, 300, 400 സീറ്റ് ഉണ്ടായിരുന്ന ഇതാണോ ഇന്ത്യയിലെ അവസ്ഥയിൽ ഉണ്ടാവുമായിരുന്നത്? അതല്ല. ഒരു മുന്നണി മന്ത്രിസഭയാണെന്നുള്ള ബോധ്യം BJPക്കും വന്നു. അതുകൊണ്ടല്ലേ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിൽ പോട്ടെ. ഇനിയിപ്പം മഞ്ജുഷ് വേറൊരു കാര്യം നോക്കേണ്ടത്, നാളെ ഈ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തും. രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ പ്രസംഗിക്കാൻ പറ്റിയില്ലെങ്കിൽ പുറത്ത് പത്രസമ്മേളനം അദ്ദേഹം നടത്തും, വിശദമായി നടത്തും. നേരെ വെച്ച് നമ്മളുടെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ടാണ് പത്രസമ്മേളനം നടത്താത്തത്? അപ്പൊ അങ്ങനെ വിഷയമില്ല. രാഹുൽ ഗാന്ധി നാളെ പത്രസമ്മേളനം നടത്തി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ഏത് രീതിയിലാണ് മറുപടി പറയുക? ആ പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിലാണോ അതോ അവർ പത്രസമ്മേളനം നടത്തുവോ? ഇതൊക്കെ ചോദ്യങ്ങളുണ്ടെന്നേ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങൾക്കിടയിലാണ് ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ വിജയം എന്ന് പറയുന്നത്. അത് കോൺഗ്രസ് നേട്ടമായിട്ട് കരുതും. UPA മറ്റേ ഇന്ത്യ മുന്നണി ആ സഖ്യത്തിൽ അതൊരു ഊർജ്ജമായിട്ട് കരുതും. ശരി മോഹൻ വർഗീസ്, പക്ഷേ ഇന്ത്യ സഖ്യത്തിന് ഇതൊരു ഊർജ്ജമാകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ രാഹുൽ ഗാന്ധി അന്ന് പൊടുന്നനെ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് വന്നത്, അതിൽ തന്നെ ഇന്ത്യ സഖ്യത്തിൽ എതിർപ്പുണ്ടായിരുന്നു. അത് ആരോടും കൂടിയാലോചന നടത്താതെയാണ് ഇങ്ങനെയൊരു സമരത്തിലേക്ക് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് വന്നത് എന്ന്. ഇവിടെയും ആ രീതിയിലുള്ള മുഖമുഖപ്പുകൾ ഇന്ത്യ സഖ്യത്തിൽ നിന്നുണ്ടാകുമല്ലോ. ഇന്ത്യ സഖ്യം എവിടെയാണ് യോജിച്ച് നിൽക്കുന്നത്? ശ്രീ മഞ്ജുഷ്, ഒരു ഏകപക്ഷീയത വേണമെങ്കിൽ ആരോപിക്കാം. കാരണം കോൺഗ്രസ് നടത്തുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങളെല്ലാം ഒറ്റയാൻ പോരാട്ടങ്ങളാണ്, ഒരു മുന്നണിയെ കോൺഫിഡൻസിൽ എടുക്കാതെയുള്ള പോരാട്ടങ്ങളാണ് എന്ന രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായും എല്ലാം ഇതുവരെ എടുത്തിരുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഒരു സമ്മർദ്ദത്തിനും ഒരു കാരണവശാലും വഴങ്ങില്ല. പ്രതിപക്ഷത്തിന് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തങ്ങളുടെ അഭിപ്രായം മാറ്റില്ല, നിലപാടുകൾ മാറ്റില്ല, തീരുമാനങ്ങൾ മാറ്റില്ല. പക്ഷെ 3 തീരുമാനങ്ങൾ മാറ്റിയിരിക്കുന്നു. അതിലൊന്നാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. അത് പാർലമെന്റ് സമ്മേളനം തുടങ്ങിയതിനു ശേഷം സംഭവിക്കുന്നതാണ്. ഈ കഴിഞ്ഞ മാസം 20-ാം തീയതി, അതായത് ജൂലൈ മാസം 20-ാം തീയതി നടന്ന പാർലമെന്റ് മാർച്ച്, അതിൽ ഉണ്ടായ സംഘർഷം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്ത രീതി, ഈ സമ്മർദ്ദത്തെ, കോക്രോച്ച് ജനതാ പാർട്ടി ഉയർത്തിയ സമ്മർദ്ദത്തെ, അത് പ്രതിപക്ഷം എന്ന് പറയാനാവില്ല, ആ സമ്മർദ്ദത്തെ ഭരണകൂടം നേരിട്ട രീതി പിഴച്ചു. പക്ഷെ അതിൽ നിന്നും അവസരം മുതലെടുത്തുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വളരെ നാടകീയമായി
എനിക്ക് തോന്നുന്നു മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിൽ പിറന്നാൾ ആഘോഷം നടക്കുകയാണ്. അതിന് നേരെ കുറുകെ ഏതാണ്ട് 100 വാരം മാത്രം അകലെ ഉള്ള പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വളരെ വളരെ ഓഡ് ടൈമിലാണ് മാർച്ച് നടക്കുന്നത്. അപ്രതീക്ഷിതമാണ്. MP മാരെ കൂട്ടി മാർച്ച് നടക്കുന്നു. അത് വലിയൊരു വാർത്താ പ്രാധാന്യമാണ് ഉണ്ടാക്കിയത്. അപ്പൊ സമരം പാർലമെന്റിൽ നിന്ന് തെരുവിലേക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസ് സന്നദ്ധമാണ്. CJP ക്രെഡിറ്റ് എടുത്തുകൊള്ളട്ടെ, കോക്രോച്ചസ് ക്രെഡിറ്റ് എടുത്തുകൊള്ളട്ടെ. പക്ഷെ ഇവിടെ പ്രതിപക്ഷം നിസ്സംഗമല്ല എന്ന് കാട്ടാൻ രാഹുൽ ഗാന്ധി തന്നാലാവുന്നതും ചെയ്തു. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ CJPയുടെ വിജയമായി വേണേ ചാർത്തി കൊടുത്തോളൂ. പക്ഷേ രാഹുൽ ഗാന്ധിക്കും അതിൽ ആ വിജയത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജി എന്ന നയം മാറ്റം, അത് BJPയുടെ നയമാറ്റമാണ്. അവിടെയാണ്. അതാണ് ഒരു വിജയം, അല്ലെങ്കിൽ കോൺഗ്രസ് ക്ലെയിം ചെയ്യുന്ന ഒരു വിജയം. രണ്ടാമത്തെ വിജയം ശ്രീ അമിത്ഷായ്ക്ക് പാർലമെന്റിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു എന്നതല്ല, ഏറ്റവും ധൈര്യശാലി അറിയപ്പെടുന്ന ഭരണപക്ഷത്തെ പ്രമുഖമായ ഒരു ഫേസ് പാർലമെന്റ് സമ്മേളനത്തിൽ നിന്നും നിർബന്ധപൂർവം മാറി നിന്നു. തന്ത്രപരമായിട്ടായിരിക്കാം, പക്ഷെ മാറി നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ഉയർത്തിയ, അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ്, പ്രതിപക്ഷം പാർലമെന്റിനുള്ളിൽ ഉയർത്തിയ അതിശക്തമായ സമ്മർദ്ദം അതിജീവിക്കാനാവാതെ, അല്ലെങ്കിൽ ഒരു മറുപടി പറയാൻ താൻ എന്താവും മറുപടി പറയുക, അത് അവസാന ദിവസം വരെ നിന്നുകൊണ്ട് താൻ അവസാന നിമിഷം മറുപടി പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പാർട്ടി പാലം വലിക്കുകയും ചെയ്തു. അവർ സഹകരിക്കാൻ തയ്യാറല്ല. ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അമിത്ഷാ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല തീർച്ചയായും. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് പാർട്ടി ഒരു അവസരം കിട്ടിയപ്പോൾ, അർദ്ധാവസരം കിട്ടിയപ്പോൾ, സൂചിവെക്കാൻ ഇടം കൊടുത്തപ്പോൾ തൂമ്പ വെച്ചു. അത് വെക്കും, പ്രതിപക്ഷം അങ്ങനെയാണ്, അങ്ങനെ ചെയ്യണമല്ലോ, അത് ചെയ്തിരിക്കുന്നു. അതും വേണമെങ്കിൽ വിജയമായി കോൺഗ്രസിന് എണ്ണാവുന്നതാണ്. മൂന്നാമത്തെ വിജയമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഞ്ജുഷ്. ഈ തെരുവിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിപക്ഷ നേതാവ്, അത് വളരെ കോമൺ ഒരു കാര്യമല്ല, പ്രതിപക്ഷ നേതാവ് നാടകീയമായ പല നീക്കങ്ങൾ നടത്തിയേക്കാം. പക്ഷേ LOP ഒരു പോലീസ് സ്റ്റേഷനിലേക്ക്, പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ അത് തീരെ ചെറിയ കാര്യമല്ല. അവിടെ ഭരണകൂടത്തിന്, ഡൽഹി അഡ്മിനിസ്ട്രേഷനെ, പോലീസ് സംവിധാനത്തിന് വഴങ്ങേണ്ടി വന്നു. അവർ സ്വമേധയാ വഴങ്ങിയെന്ന് എനിക്ക് കരുതാനാവില്ല. തീർച്ചയായും ഉന്നത അധികാരികളുമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാകണം. ഇത് നിയമവശം ഇതിനകത്തുണ്ട്. ന്യായമായി 1 മാസം കഴിയുന്നു ഈ ജന്തർ മന്തർ പ്രക്ഷോഭത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിന് ശേഷം 1 മാസം ഇടാൻ കഴിയാത്ത ഒരു FIR ഇപ്പോൾ ഇട്ടു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് 5 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഇട്ടു എന്നാണ്. അതിൽ അഖിലിന് നേരത്തെ അഖിലിന്റെ മറുപടി തൃപ്തികരമല്ല കേട്ടോ. 1 മാസം FIR ഇടാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ 5 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഇടാൻ കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ ഇവിടെ 3 വിജയങ്ങൾ രാഹുൽ ഗാന്ധിയുടേതായിട്ട് ശ്രീ മോഹൻ വർഗീസ് അടയാളപ്പെടുത്തുന്നുണ്ട്. ശ്രീ അഖിൽ, അതിനുള്ള മറുപടി. അല്ല, ആദ്യത്തെ മറുപടി ഞാൻ ശ്രീകുമാർ സാറിനാണ്. അദ്ദേഹം ഒരു പരിണിതപ്രജ്ഞനായ കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ്. അദ്ദേഹത്തിനോട് തർക്കിക്കാൻ ഞാനില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു 2 കാര്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാനും പറ്റില്ല. ഞാൻ പറഞ്ഞത് ശരിയാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ നടത്തുന്ന, വിറച്ചു പേടിച്ചുമൊക്കെ ഈ നടത്തുന്നതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിരകാല സ്വപ്നമായിട്ടുള്ള പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുക എന്നതാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങളും സഖ്യകക്ഷിയായിട്ട് തന്നെയാണ് രാജ്യം ഭരിക്കുന്നത്. ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ അധികാരത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് എത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് രാജ്യത്തെ കീറിമുറിക്കുകയും രാജ്യത്തെ കുറ്റം പറയുകയും രാജ്യത്ത് കലാപം ഉണ്ടാക്കുകയും രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തല്ല അധികാരത്തിൻ്റെ ശീതീകരിച്ച മുറിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുക എന്നതിന്, അതിനെയാണ്, പോകുന്ന വഴിയെയാണ് ഞാൻ തെറ്റാണ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെയോ ഒന്നും ഞാൻ വില കുറച്ച് കാണുന്നില്ല. അദ്ദേഹം ആഗ്രഹിക്കട്ടെ. അദ്ദേഹം ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയവുമില്ല. കാരണം അദ്ദേഹവും കുറേ പാർട്ടികളെ ചേർത്താണല്ലോ ഇദ്ദേഹം ഇന്ത്യ സഖ്യം ഉണ്ടാക്കി. ആ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവായി നിന്നാണല്ലോ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. എന്നിട്ടും ആകാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിൻ്റെ കൈയിരിപ്പ് കൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യമേ എനിക്കൊരു കാര്യത്തിൽ അതിൽ പറയാനുള്ളൂ. പിന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ പത്രസമ്മേളനം നടത്തുന്നില്ല. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുന്നുണ്ട് എന്നതാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം. ഞാൻ പറയുന്നത് പത്രസമ്മേളനം നടത്തുകയല്ല, രാജ്യത്ത് ഭരണം നടത്തുകയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെയും രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെയും പ്രഥമമായിട്ടുള്ള ജോലിയായി അവർ കാണുന്നത്. രാജ്യത്തെ പ്രധാനമായും അവർ കാണുന്നത് രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനാണ്. രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ, വികസനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഭരണം നടത്തുകയാണ്. അവിടെ പത്രസമ്മേളനം എന്ന് പറയുന്ന കാര്യത്തെ അവർ ഒക്കെ തന്നെ രണ്ടാമത്തെ പ്രയോറിറ്റിയായി മാത്രമേ കാണുന്നുള്ളൂ എന്നതാണ് എനിക്ക് അതിൽ പ്രയോഗിച്ചതിനെ കുറിച്ച് ഇതുവരെ ഒരു മറുപടിയും വന്നിട്ടില്ല കേട്ടോ ശ്രീ അഖിൽ. എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും അല്ല,
അല്ല അല്ല അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ വരുന്ന മറുപടി മഞ്ജുഷേ. മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ്. അദ്ദേഹം ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് മറ്റു ചില കാര്യങ്ങളിലുമൊക്കെ തന്നെയും ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർലമെന്റിലേക്ക് വന്ന ദിവസങ്ങൾ കുറവാണ് എന്ന് ഞങ്ങൾ പറയുന്നു. പക്ഷേ അദ്ദേഹം വന്നപ്പോൾ പ്രതിപക്ഷം ആദ്യം ഉന്നയിച്ച ആവശ്യമെന്ന് പറയുന്നത് CJPയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന സമരത്തിൽ ഉണ്ടായ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ മറുപടി പറയണമെന്നായിരുന്നു. ആ മറുപടി പറയാമെന്ന് പറഞ്ഞല്ലേ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പാർലമെന്റിലേക്ക് കയറി വന്നത്. അദ്ദേഹം കയറി വന്ന് ഞാൻ മറുപടി പറയാം, നിങ്ങൾ കേൾക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതുവരെ ബഹളം വെച്ച ഈ പ്രതിപക്ഷ നേതാക്കൾ എന്തേ വേണ്ട, നിങ്ങളൊരു പ്രസ്താവന ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു. ആ മറുപടി കേൾക്കാൻ പോലുമുള്ള ഒരു സഹിഷ്ണുതയില്ലാത്ത ഒരു പ്രസ്ഥാനമായി അത് കോൺഗ്രസും അതിന് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയായി ഇന്ത്യ മുന്നണിയും അതിൻ്റെ നേതാവായി രാഹുൽ ഗാന്ധി മാറി എന്നതാണ് ഏറ്റവും പ്രശ്നകരമായ ഒരു കാര്യം. ആ പെല്ലറ്റ് ഗണ്ണും ഉപയോഗിച്ചു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായി എന്ന് പാർലമെന്റിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നിങ്ങൾ പറഞ്ഞതുപോലെ ഡൽഹി അഡ്മിനിസ്ട്രേഷൻ ഡൽഹി പോലീസിനെ കൈകാര്യം ചെയ്യുന്ന രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അത് പാർലമെന്റിൽ പറയുമായിരുന്നല്ലോ, എന്തേ നിങ്ങൾ ആ സമയത്ത് വേണ്ട എന്ന് പറഞ്ഞു. രാജ്യത്തിൻ്റെ പാർലമെന്റിനകത്ത് നിങ്ങൾ ആ കലാപം ഉന്നയിക്കുക, അക്രമം നടത്തുക, സഭാ സമ്മേളനങ്ങളെ ഇല്ലാതെ ചെയ്യുകയും എല്ലാം ചെയ്ത് മറുപടി പറയാൻ സന്നദ്ധമായി മന്ത്രി വരുന്ന സമയത്ത് വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ ലോജിക്ക് എന്തേ ഈ കോൺഗ്രസ്സുകാരും പറയുന്നില്ല? ഈ പറയുന്ന ഒരു ലോജിക്കും അവരിലില്ലായിരുന്നു. ആ അക്രമങ്ങൾ ഉണ്ടായ സംഭവത്തിൽ പോലീസ് എടുക്കുന്ന നടപടിക്രമങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ബാക്കിയെല്ലാം രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയ പാപ്പരത്വമാണ് കോൺഗ്രസിന് കഴിഞ്ഞ 12 വർഷക്കാലമായി രാജ്യത്തിൻ്റെ പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ടി വരുന്നത്. ഈ രാജ്യം 80 ആണ്ട് സ്വാതന്ത്ര്യം ആഘോഷിച്ചപ്പോൾ അതിൽ 60 ആണ്ടും ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന് കഴിഞ്ഞ തുടർച്ചയായ 12 വർഷക്കാലം പുറത്തിരിക്കേണ്ടി വരുന്നത് ഈ രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടാണ്. ഒരു കാര്യത്തിൽ നിലപാടില്ലാത്തത് കൊണ്ടാണ്, ഉറച്ച ഒരു നല്ല നേതാവില്ലാത്തത് കൊണ്ടാണ്. രാഹുൽ ഗാന്ധി നിങ്ങൾ എത്ര ഉയർത്തിക്കാട്ടിയാലും ആ ഉയർത്തുന്ന അനുസരിച്ച് ഈ രാജ്യത്തിൻ്റെ ഭരണം അത് BJPയുടെ കയ്യിൽ ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഡൽഹിയിലേത് രാഹുലിന്റെ വിജയമോ? രാഹുലിന്റെ വിജയമാണെന്ന് 74% പ്രേക്ഷകർ, അല്ല എന്ന് 23%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.